എൻ്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് കേരളത്തിൽ എയിംസ് എന്ന് പറയുന്ന പദ്ധതി അനൗൺസ് ചെയ്ത് കൃത്യമായി വരേണ്ട യോഗ്യതയുള്ള സ്ഥലത്ത് അതെന്ത് തർക്കമുണ്ടെങ്കിലും അത് തീരുമാനിച്ച് അതിൻ്റെ തറക്കല്ലെങ്കിലും പാകിയിട്ട് ഞാൻ അടുത്ത ഇലക്ഷന് വോട്ട് ചോദിക്കാൻ വരും. എന്നെ സംബന്ധിക്കാത്ത അല്ലെങ്കിൽ എന്നെ ആരോ ദുരുദ്ദേശത്തോടെ വലിച്ചിഴയ്ക്കാൻ ഒരു തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ ശ്രമിച്ച ഉദ്ദേശത്തോടെയുള്ള ഒരു ചോദ്യത്തിന് എനിക്ക് അങ്ങനെ മറുപടി കൊടുക്കാൻ പറ്റും. അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ഇത് 2019 പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആരോപണം എന്തായിരുന്നു? ഇത് കൊച്ചി മെട്രോ എന്ന് പറയുന്നത് കൊച്ചി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിനകത്ത് ഒതുങ്ങി നിൽക്കുന്നതാണെന്ന് പറയുന്ന വളരെ ഇമ്മച്വർ ആയിട്ടുള്ള ഒരു കൗണ്ടർ അറ്റാക്കാണ് വന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉള്ള ഒരു ക്യാമ്പയിനിൽ പ്രധാനമായിട്ട് നമ്മൾ ഉന്നയിച്ചിരുന്നത് അന്ന് 5 പ്രധാന വകുപ്പുകൾ നേരെ കീഴിൽ വരും. അങ്ങനെയല്ലല്ലോ, ആ ചോദ്യത്തിൽ തന്നെ ഒരു നുണയുണ്ടല്ലോ. ഇല്ല, അങ്ങനെ പറഞ്ഞിരുന്നില്ല. അല്ലല്ല, ആ ചോദ്യത്തിൽ അങ്ങ് ഉച്ചരിച്ച വാക്കുകളിൽ ഒന്നും സത്യത്തിന്റെ അംശമില്ല. ഞാൻ എന്താണ് പറഞ്ഞത്? ഞാനന്ന് പറഞ്ഞത് എനിക്ക് മന്ത്രി ആവണ്ട, ഞാൻ മന്ത്രിയാവാനല്ല നിൽക്കുന്നത്, അങ്ങനൊരു പ്രചരണം വേണ്ട, എനിക്കൊരു സാധാരണ MP ആയാൽ മതി. പക്ഷേ 5 പ്രധാനപ്പെട്ട തൃശ്ശൂരിനും കേരളത്തിനും ഗുണകരമാവുന്ന 5 നിർവഹണ കേന്ദ്രങ്ങളുണ്ട്. അതിന് മിനിസ്റ്റീരിയൽ ഹെഡ്സിൽ നമ്മൾ പറയുമെങ്കിൽ അങ്ങനെ പ്രധാനപ്പെട്ട 5 വകുപ്പുകളുടെ മന്ത്രിമാർ എനിക്ക് വിട്ടുതരണം എന്നാണ് പറഞ്ഞത്. അല്ല, അതായിട്ടില്ല. അപ്പോൾ പിന്നെ എന്നെ പിടിച്ച് 2 വകുപ്പുകൾ എന്നെ ഏൽപ്പിക്കുകയും അല്ലേ. പക്ഷേ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ പറഞ്ഞത്. എങ്ങനെയാണ് മെട്രോ? അത് ഒരു വാഗ്ദാനമേ ആയിരുന്നില്ല. 2019 പറഞ്ഞപ്പോൾ എല്ലാവരും അവഹേളിച്ചതാണ്. മെട്രോ അപ് ടു കോയമ്പത്തൂർ, ഓർ അറ്റ്ലീസ്റ്റ് അപ് ടു പാലക്കാട്, ഓർ അപ് ടു പാലിയേക്കര, അറ്റ്ലീസ്റ്റ് അപ് ടു ചാലക്കുടി, ഓർ നെടുമ്പാശ്ശേരി എന്ന് പറയുന്ന ഒരു ഡ്രീമാണ്. അതിനെയാണ് പലരും വിഷൻ എന്ന് പറയുന്നത്. എനിക്കന്ന് ഒന്നുമല്ലാത്തത് കൊണ്ടൊരു ഡ്രീമായിട്ടാണ് അത് പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. ഒരു MP ആയി ടേം അവസാനിപ്പിച്ച് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ഒരു കാൻഡിഡേറ്റായി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോൾ വീണ്ടും അത് ഉന്നയിച്ചു. ഇപ്പോഴും ആ ഡ്രീമായി നിലനിൽക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യത്തോട് അടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന് ഞാൻ അതിനോടകം പഠിച്ച് മനസ്സിലാക്കി. ഇത് 2019 പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആരോപണം എന്തായിരുന്നു? ഇത് കൊച്ചി മെട്രോ എന്ന് പറയുന്നത് കൊച്ചി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിനകത്ത് ഒതുങ്ങി നിൽക്കുന്നതാണെന്ന് പറയുന്ന വളരെ ഇമ്മച്വർ ആയിട്ടുള്ള ഒരു കൗണ്ടർ അറ്റാക്കാണ് വന്നത്. പക്ഷേ അതിനൊരു വിലയില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ആശങ്കയ്ക്ക് വകയുണ്ടെന്നാണ് അത്രേ എനിക്ക് പറയാൻ പറ്റൂ. ഇല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയ വിമർശനമായി തീരും. അത് ഇന്നലെ മാത്രമാണ് അങ്ങനെ കേസ് വേണ്ട, അതിന് പാരിതോഷികമോ എന്താണ് അതിന് പരിഹാരം ആയി പെനൽറ്റിയോ മതിയെന്ന് അങ്ങനെ എന്തോ ആണ് വന്നിരിക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ? കോമ്പൻസേഷൻ. അല്ല, വിഴിഞ്ഞത്തെ ഇതിനോട് കൂട്ടി വായിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വല്ലാർപാടമുണ്ട്, ബേപ്പൂർ ഇസ് അനദർ പോസിബിലിറ്റി, കൊല്ലത്ത് ഒരു മിനി ഷിപ്പിംഗ് അതിനുള്ള ഒരു ലാൻഡിങ് ഫെസിലിറ്റി, ഇങ്ങനെയൊക്കെ ഉള്ളത് ഭാവിയിൽ വികസനത്തിൻ്റെ നമ്മുടെ സ്വപ്നങ്ങളിലോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന് തന്നെ നമുക്ക് കരുതാം. ദർ ഷുഡ് ബി എ ഡിസൈൻ. അത് ആ ചോദ്യം ഉന്നയിക്കപ്പെടേണ്ട ആളാണോ ഞാൻ? അല്ല, കേന്ദ്ര സർക്കാരിന് ഇതിനകത്ത് ഒരു പെനിട്രേഷണൽ പവർ എന്ന് പറയുന്നത് അത് കേരള സർക്കാരുമായി ആലോചിച്ച് തീരുമാനിക്കും. അതാണ് അതിൻ്റെ വഴി. അങ്ങനെയാണെങ്കിൽ എല്ലാ തീരുമാനങ്ങളും കേന്ദ്ര സർക്കാരിന് വിട്ടുകൊടുക്കേണ്ടി വരും. കേസെടുക്കുകയാണോ? ഇത് ആവർത്തിക്കാതിരിക്കാൻ അങ്ങനെ ഞാനതാ ഞാൻ പറഞ്ഞ ഒരു ദുരൂഹതയല്ല ഞാൻ പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നു. ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥയുണ്ട്.
കാരണം ദിവസങ്ങൾക്കുള്ളിൽ രണ്ടാമത്തെ, അതും സിംഗപ്പൂരിൻ്റെ ഫ്ലാഗ് ബെയറാണ് അല്ലേ? ആദ്യത്തെ എനിക്ക് തോന്നുന്നു ലൈബീരിയൻ അല്ലേ? ലൈബീരിയൻ വെസലല്ലേ ആദ്യത്തെ? അപ്പോൾ പലതും നോക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി ചോദ്യം ചെയ്യുന്ന നേച്ചറിലുള്ള ആംഗിളിൽ കേന്ദ്രത്തിൻ്റെ ഇടപെടലുണ്ടാകും. മറ്റ് വിഷയങ്ങളിൽ കേന്ദ്രവുമായിട്ട് സംസ്ഥാനം ബന്ധപ്പെട്ട് അതിനുള്ള പുതിയ വഴികൾ ആരായാണ്. പക്ഷേ കേന്ദ്രം പറഞ്ഞിട്ടല്ലല്ലോ അല്ലേ ഇന്നലെ കോമ്പൻസേഷൻ മാത്രം മതി, കേസ് വേണ്ട എന്ന് തീരുമാനിച്ചത്? കേന്ദ്രത്തിൻ്റെ അഭിപ്രായം ആരാഞ്ഞിട്ടാണ്? ആണോ? നടത്താമല്ലോ. കേരളം ആവശ്യപ്പെടട്ടെ. നമുക്ക് സെക്യൂരിറ്റി ആസ്പെക്റ്റ് അതിന് കേരളം പറഞ്ഞില്ലെങ്കിലും തമിഴ്നാട് പറഞ്ഞില്ലെങ്കിലും അതുണ്ടാവും. ദർ ഇസ് എൻ ഐ, ദർ ഇസ് എ വെരി കോഷ്യസ് ഐ ഓൺ ഓൾ ദീസ് എപ്പിസോഡ്സ്. ജനത്തിനെ മാത്രം ബാധിക്കുന്ന വിഷയമാണ്. ജനത്തിൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയം തന്നെയാണ്. അതിനോടൊന്നും എനിക്കൊരു എതിരഭിപ്രായവും ഇല്ല. നേരത്തെ ചോദ്യത്തിനനുബന്ധമായിട്ടുള്ളൊരു ചോദ്യം, ഈ KRI പദ്ധതി അത് ഒഴിവാക്കിയോ? അത് നമുക്ക് അല്ല, അത് കേന്ദ്രത്തിലെ റെയിൽവേ വകുപ്പ് മന്ത്രി അതിൻ്റെ കാര്യകാരണ സഹിതം വിശദീകരിച്ചിട്ടുണ്ട് പാർലമെൻറ്റിൽ. അത് കഴിഞ്ഞ് കേരള സർക്കാർ പല തവണയായി അതിനകത്ത് ഒരുപാട് കറക്ഷൻസ് വരുത്തി. ഇപ്പോൾ ശ്രീധരൻ സാറ് കൊടുത്ത ഒരു പ്രപ്പോസലുമായി ലിങ്ക് ചെയ്ത് അത് കേന്ദ്ര റെയിൽവേ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവ്ജിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതിൻ്റെയും ഒരു ക്ലിയറൻസിന് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അദ്ദേഹം പറയണം. ഇല്ല. ഈ കേന്ദ്രമന്ത്രിമാർ ഇന്നിപ്പോ പത്രസമ്മേളനം നടത്തുന്ന പോലെ എല്ലാ സ്റ്റേറ്റിലും പത്രസമ്മേളനം നടത്തുന്നുണ്ടാവില്ല. സ്വാഭാവികമായിട്ട് 10 വർഷമാണല്ലോ. അപ്പൊ നമ്മൾ നേരത്തെ ചോദ്യത്തിന്റെ അനുബന്ധ ചോദ്യമാണ്, നമ്മള് കേരളത്തിന് വേണ്ടി മിനിസ്റ്റർ ഇടപെട്ടിട്ട് എന്ത് ചെയ്തു, മണ്ഡലത്തിന് വേണ്ടി പ്രധാനമായി എന്ത് ചെയ്തു? എല്ലാം ഞാൻ ഡോക്യുമെന്റ് അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. കേരളത്തിൽ അത് ഇന്നലെയും എയിംസിനെ സംബന്ധിച്ച് 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കൂ. ഒരേ ഒരു ഓപ്ഷൻ അത്രയും ഷാഠ്യം പിടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ മറ്റു കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കൂ. ഇനി അല്ല, തർക്കം തീരും. അത് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് കേരളത്തിൽ എയിംസ് എന്ന് പറയുന്ന പദ്ധതി അനൗൺസ് ചെയ്ത് കൃത്യമായി വരേണ്ട യോഗ്യതയുള്ള സ്ഥലത്ത് അതെന്ത് തർക്കമുണ്ടെങ്കിലും അത് തീരുമാനിച്ച് അതിൻ്റെ തറക്കല്ലെങ്കിലും പാകിയിട്ട് ഞാൻ അടുത്ത ഇലക്ഷന് വോട്ട് ചോദിക്കാൻ വരും. എല്ലാം സിനിമയുടെ നെഞ്ചത്ത് കോരി വെക്കുകയല്ലേ. ഇല്ല, ഇപ്പോൾ സത്യത്തിൽ ഒരു അന്താളിപ്പാണ്. എന്ത് പവർ പൊസിഷനിലിരുന്നാലും ഇതിൻ്റെ പാതകൾ ഒരുപക്ഷെ ഏത് ഭരണകർത്താവിന്, ഞാൻ മുഖ്യമന്ത്രിയെയും കുറ്റം പറയത്തില്ല, അദ്ദേഹത്തിൻ്റെ ഭരണത്തെയും കുറ്റം പറയത്തില്ല. ഈ ഒരു വിഷയത്തിൽ എങ്ങനെ നമുക്കിത് ഒന്ന് ഇതിനൊരു പുട്ട് ആൻ അബ്രപ്റ്റ് എൻഡ്, അതെങ്ങനെ സാധ്യമാകും? എന്തെങ്കിലും മാർഗമുണ്ടോ? സമൂഹത്തിന് ഇതിന് വലിയൊരു ഉത്തരവാദിത്വമില്ല. സർക്കാരുകളേക്കാൾ സമൂഹത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് ശക്തമായിട്ട് മുന്നോട്ട് വരേണ്ടതല്ല. അങ്ങനെ സമൂഹത്തിൽ നിന്ന് വരുന്ന ഒരു ക്വാണ്ടം എത്ര വലിപ്പം ഉണ്ടാവും, ആ വലിപ്പത്തിന് എന്ത് പ്രഷർ ഇതിനകത്ത് നമുക്ക് പുഷ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ പ്രധാനമാണ്. സമൂഹത്തിൻ്റെ, ജനങ്ങളുടെ ഒരു പങ്കാളിത്തം ഇതിനെതിരെയുള്ള ഒരു ഫൈറ്റിൽ, ഒരു യുദ്ധത്തിൽ വളരെ ശക്തമായിട്ട് ആ ഒരു സംഭാവന ഉണ്ടാകും. അല്ല, അത് നടക്കില്ല. അപ്പോൾ ഈ ഘട്ടത്തില് കോൺഗ്രസ് അദ്ദേഹത്തെ അദ്ദേഹം BJPയോട് കൂടുതൽ അടുക്കുന്നു എന്നാണ് പറയുന്നത്. ഇതെങ്ങനെ കാണുന്നു? അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നുണ്ടോ കേരളത്തിലെ മന്ത്രി എന്ന് പറയുന്നത്? ഞാൻ ഇത്രയും ദൂരം നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളിലൊക്കെ നമുക്കൊരുപക്ഷെ ഈ പ്ലാറ്റ്ഫോമിന് ചേരാത്തതെല്ലാം ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. ഇതും ഞാൻ ആൻസർ ചെയ്യാം. പക്ഷേ ഇതിൽ പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ചിട്ടുണ്ട്, നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്.
ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ കാലഘട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പശ്ചാത്തലത്തിൽ ചെയ്ത ബുദ്ധിപരമായ, യുക്തിപരമായ, ഉത്തരവാദിത്വപൂർണമായ, ശക്തമായ ഒരു റെസ്പോൺസ്, റിട്ടോർട്ട്, അതും നാശത്തിൻ്റെ അളവ് വളരെയധികം കുറച്ച്, പാഠം പഠിപ്പിക്കലിൻ്റെ ഒരു ശക്തി അത് അതിൻ്റെ പാരമ്യതയിൽ നിർത്തിക്കൊണ്ട് ഇത് നടപ്പിലാക്കി അതിന് നേതൃത്വം നൽകിയ ഒരു പ്രധാനമന്ത്രിയെ ലോകം മുഴുവൻ പ്രശംസിക്കുന്നുണ്ടെങ്കിൽ ശശി തരൂരിനും അദ്ദേഹത്തിനും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല. ഇതൊരു യൂണിവേഴ്സൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, എല്ലാവരുടെയും മനസ്സിലാക്കലാണ്. അതങ്ങനെ തന്നെ പറയാനൊക്കത്തുള്ളൂ. അതല്ല എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നവർ എവിടെ ചെന്ന് ചേരുമെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആരുടെ ലോകത്ത് ചെന്ന് ചേരും? ബിജെപിയുടെ ഐഡിയോളജിയുമായിട്ട് കൂടുതൽ അടുക്കുകയാണ് കഴിഞ്ഞ ആഴ്ച പ്രസ്താവന. അല്ല, അത് അദ്ദേഹത്തോട് ചോദിക്കണം. അതിനെ സ്വാഗതം ചെയ്യുന്നതാണ്. അല്ല, അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. ശശി തരൂർ ഓൾ സെറ്റ് is a responsible citizen. മോദി ഭരണത്തിൻ്റെ നന്മയെക്കുറിച്ച് അദ്ദേഹം പുറത്ത് പറഞ്ഞിട്ടുണ്ട്, പാർലമെൻറ്റിൽ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സമ്മേളനത്തിൽ അദ്ദേഹം ഞങ്ങൾ കൊണ്ടുവന്ന വഖഫ് അമെൻമെൻറ്റിനെതിരെ ശബ്ദമുയർത്തിയ ഒരു MP ആണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് ഇന്ന് സംഘത്തിൻ്റെ സ്റ്റാൻഡാണ് എന്ന് തോന്നിയെങ്കിൽ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ അദ്ദേഹത്തോട് ചോദിച്ച് വ്യക്തമാക്കുക. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനൊക്കെ അദ്ദേഹത്തിൻ്റെ അവകാശമാണ്. പരിഭവം ഒന്നുമല്ല, അതെല്ലാം മൊമെൻ്ററിയാണ്. സി, ഒരു ഡിസൈനുണ്ട്. ഇപ്പോൾ വഖഫ് അമെൻമെൻറ്റ് കഴിഞ്ഞ് ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ എത്ര സരസമായിട്ടാണ് ചോദിച്ചതിനെല്ലാം മറുപടി പറഞ്ഞത്. എന്നെ സംബന്ധിക്കാത്ത, അല്ലെങ്കിൽ എന്നെ ആരോ ദുരുദ്ദേശത്തോടെ വലിച്ചിഴയ്ക്കാൻ ഒരു തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ ശ്രമിച്ച ഉദ്ദേശത്തോടെയുള്ള ഒരു ചോദ്യത്തിന് എനിക്ക് അങ്ങനെ മറുപടി കൊടുക്കാൻ പറ്റും. അതിനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തൊട്ട് സത്യം ചെയ്ത്, ഹൃദയം കൊണ്ട് തൊട്ട് സത്യം ചെയ്ത ഒരു MP-യോ, അതേ കാരണം കൊണ്ട് തന്നെ ഒരു മന്ത്രിയായി ഇന്ത്യൻ രാഷ്ട്രപതിയുടെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്ത 2 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയോട് ചോദിക്കാവുന്ന ചോദ്യമല്ല ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചത്. ആ മാധ്യമപ്രവർത്തകൻ അതിനെ തുടർന്നാൽ ഇത് തന്നെ ഉണ്ടാവും മറുപടി. താക്കീതെന്നൊക്കെ പറയുന്നത് അവർക്ക് മാത്രമല്ല, ഞങ്ങൾക്കും നൽകാൻ സാധിക്കും. അവർ മാത്രമല്ല ജനങ്ങളുടെ ഭാഗം, ഞങ്ങളാണ് ജനങ്ങളുടെ പ്രതിനിധി, ഞങ്ങളാണ് ജനങ്ങളുടെ ശക്തമായ ഭാവവും ഭാഗവും.